എത്ര വയസ്സായി? ഞാൻ 16 വയസ്സ്. ഈ 16 വയസ്സിനുള്ളിൽ എത്ര രാജ്യങ്ങളിൽ പോയി? ഇപ്പം 5. എത്രത്തോളം പേര് വിദേശത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്? തുടങ്ങിയപ്പോ 1000 ആൾക്കാരായിരുന്നു. ഇപ്പം കൗണ്ട് ഇല്ല, കുറെ ആൾക്കാരുണ്ട്. ടെക്കിലോട്ട് വരാൻ തുടങ്ങിയത് തന്നെ 2013 അപ്പോഴായിരുന്നു 4 വയസ്സായപ്പോ. ഞാൻ ഇവിടെ ഇരിക്കാനുള്ള മെയിൻ കാര്യം സാർ തന്നെയാണ്. ഞാൻ ഇരിക്കാനുള്ള കാരണവും സാറ് തന്നെയാണ്. ഇവിടെ ഇരുന്ന് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കൂടുതലാടാ. എന്തിന്? രണ്ടുപേരും എന്ത് കാര്യത്തിലാണെങ്കിലും സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അധ്യാപകര് കുട്ടികളെ പഠിച്ചും നന്നാക്കും, പഠിക്കാൻ പറ്റാത്തവരെ വേറെ രീതിയിലും നന്നാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ കണ്ടല്ലേ. എനിക്ക് ഒരു മിനിറ്റ് ഇന്റർവ്യൂ ഇത് പ്രൊമോഷനാന്ന് വിചാരിക്കും, അങ്ങോട്ടും കൊണ്ടിരിക്കുക. അതില് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കണ്ടായിരുന്നു. എന്താണ് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ആക്ച്വലി നല്ലായിരുന്നു. എനിക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റി. ഇതിനെല്ലാത്തിനും പുറമെ UN സെക്രട്ടറിയെ നേരിട്ട് പോയി കണ്ടില്ലേ? ഗവൺമെന്റ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി UN സെക്രട്ടറി ആയിട്ട് നേർക്കായിരുന്നു സംസാരിക്കാന്ന് ചെറിയ കാര്യമല്ല. AI എഡ്യൂക്കേഷൻ മാത്രമല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് AI ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യം റീപ്ലേസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ബെറ്റർ ആക്കാനായിരിക്കണം AI ഉപയോഗിക്കുന്നത്. AI ഷുഡ് എൻഹാൻസ് യുവർ നാച്ചുറൽ ഇന്റലിജൻസ്. AIനെക്കാട്ടിയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇനി വരും എന്തായാലും. ഇപ്പൊ AI തന്നെ അടുത്ത സ്റ്റേജ് ആണ് AGI, ASI. AS എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ പവർഫുൾ ആകുമ്പോഴാണ് ASI. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മളെ കൊല്ലും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ ഇന്റർവ്യൂ വളരെ 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 സന്തോഷത്തോടു എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിന് 2 കാരണങ്ങളുണ്ട്, അത് ഞാൻ പതുക്കെ പറയാം. ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് എനിക്ക്. എന്തായാലും അതേപോലത്തെ 2 പേരാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, ലോക ശ്രദ്ധ നേടിയ ഒരു മലയാളി പയ്യൻ നമ്മുടെ എറണാകുളത്ത്. ഇവിടെ നമ്മുടെ എറണാകുളത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു മലയാളി പയ്യൻ ലോക ശ്രദ്ധ നേടിയത് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പ്രമുഖർക്ക് വരെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന, AI-യെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു മിടുക്കനാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ സ്വന്തം രാഹുൽ ദ റോക്ക് സ്റ്റാർ. വെൽക്കം ടു അവർ ഷോ. ഹലോ, താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആരെന്നറിയാമോ? എന്നെ അടക്കം പഠിപ്പിച്ച, എന്നെ ഇവിടെ ഇരുത്താൻ ഒരു കാരണക്കാരനായ അതേ സ്കൂളിലെ തന്നെ ഒരു അധ്യാപകനാണ് ഞങ്ങളുടെ സ്വന്തം നവീൻ മാഷ്. നമസ്കാരം സാറേ. നമസ്കാരം. 2 പേരെ കിട്ടി. എന്താണ്, സുഖായിരിക്കുന്നു 2 പേരും? ഞാൻ ഇവിടെ ഇരിക്കാനുള്ള മെയിൻ കാര്യം സാർ തന്നെയാണ്. ഞാൻ ഇരിക്കാനുള്ള കാരണവും സാറ് തന്നെയാണ്. ഇവിടെ ഇരുന്ന് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കൂടുതലാടാ. എന്തിന്? രണ്ടുപേരും 2 പേര് ഇരുത്തിയ ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തായാലും അടിപൊളി. എന്നോട് പറഞ്ഞ എങ്ങനെ അറിയാമോ? എന്നോട് സ്റ്റാർട്ടിങ്ങിൽ എന്നെ ഇവിടെ എടുത്താൽ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്നോട് സാറ് ഓപ്പണായിട്ട് ഒരു വളച്ചിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, പഠിച്ച് നീ രക്ഷപ്പെടാൻ പോകില്ല, പോടാ പോയല്ലോ മിമിക്രിയാ നാടകമൊക്കെ ചെയ്തു, വേണമെങ്കിൽ രക്ഷപ്പെടും. അപ്പൊ ഞാൻ ഓർത്ത് ശരിയാണല്ലോ, എന്തിനു വെറുതെ എല്ലാ ദിവസവും തല്ലുള്ളത്. ഞാൻ ആ വഴി പോയി ഇവിടെ എത്തി, രക്ഷപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. പഠിച്ചു പോകുന്നതിനെക്കാട്ടും ഒരു ഫെയിം ഇപ്പം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിന്നെ മേഖല നീ തിരഞ്ഞെടുത്തു, ഇനി ശക്തിപൂർവ്വം മുമ്പോട്ട് പോകുക. അത് നല്ല അധ്യാപകര് കുട്ടികളെ പഠിച്ചും നന്നാക്കും, പഠിക്കാൻ പറ്റാത്തവരെ വേറെ രീതിയിലും നന്നാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ കണ്ടല്ലേ. എനിക്ക് ഒരു മിനിറ്റ് ഇന്റർവ്യൂ ഇത് പ്രൊമോഷനാന്ന് വിചാരിക്കും, അങ്ങോട്ടും കൊണ്ടിരിക്കുക. അല്ല, ഇത് കഴിഞ്ഞോണ്ട് ഇനി റൗളിന് പറയാം. റൗൾ പറയും എന്നെ ഇതുപോലെയായിരുന്നു. അല്ല, സത്യം. ബിക്കോസ് ഞാൻ ആദ്യം സ്കൂളിൽ വന്നപ്പം എല്ലാத்தைയും ഞാൻ ചേരുമായിരുന്നു. ആദ്യം ഞാൻ കുറച്ച് ഓക്കേഡായിരുന്നു. പിന്നെ ഞാൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സാർ ആക്ടിങ് ചെയ്യാൻ അത് ചെയ്തു. പിന്നെ പോയം റൈറ്റിംഗ്, സ്റ്റോറി ഞാൻ എല്ലാത്തിലും ഇത് ചേരാൻ തുടങ്ങി. പിന്നെ സാർ ആക്ടിങ് പഠിപ്പിച്ചു. ഒറ്റ മിനിറ്റ്, സാറിന്റെ മെയിൻ പരിപാടിയാണ് എന്തെങ്കിലും പഠിക്കാനെങ്ങാനും ഓക്കെ ആവുന്നില്ലെങ്കിൽ സാർ അപ്പൊ ആക്ടിങ് പഠിപ്പിക്കും. അവളെ പഠിക്കാൻ എങ്ങനെയായിരുന്നു? സാറ് വന്ന് ഈ കോമ്പറ്റീഷൻ ചേർന്നു, ശരി ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് എന്റെ പഠിത്തത്തിലാണ്. ഇപ്പൊ സാറിന്റെ മലയാളം സാറായിരുന്നു. ഞാൻ മുമ്പ് CBSE-ലായിരുന്നോണ്ട് എന്റെ മലയാളം അത്രയും നല്ലല്ലായിരുന്നു. അപ്പൊ സാറാണെങ്കിൽ ഇരുന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നു, ഇരുന്ന് പഠിപ്പിക്കുകയോ എന്താണെങ്കിലും സാറിന് പഠിപ്പിക്കായിരുന്നു. പക്ഷെ എന്റെ കൂടെ എടാ നിനക്ക് ഇത് ചെയ്യണം, ഓക്കെ, എന്ത് കാര്യത്തിലാണെങ്കിലും സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും സാറേ, നമുക്ക് ഒരു ഇവന്റെ റൗണ്ട് ഒരു വിശേഷത്തിൽ തന്നെ തുടങ്ങാം. ആദ്യം പ്രേക്ഷകർ എല്ലാവരും കേൾക്കണം, എത്ര വയസ്സായി? ഞാൻ 16 വയസ്സ്. 16 വയസ്സ്. ഈ 16 വയസ്സിനുള്ളിൽ എത്ര രാജ്യങ്ങളിൽ പോയി? ഇപ്പം 5 രാജ്യങ്ങളിൽ. എത്രത്തോളം പേര് വിദേശത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്?
തുടങ്ങിയപ്പോ 1000 ആൾക്കാരായിരുന്നു. ഇപ്പം കൗണ്ട് ഇല്ല, കുറെ ആൾക്കാരുണ്ട്. എന്റെ പോലെ വിദേശത്തിറക്കം തുടങ്ങിയപ്പോ 1000. അതെവിടെയായിരുന്നു? US-ലോ? യെസ്, US-ലായിട്ടായിരുന്നു. ഒരു 1000 സ്റ്റുഡൻസിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് എത്ര വർഷം മുമ്പായിരുന്നു? അത് 2022-ലായിരുന്നു. 2022 5 വർഷം മുമ്പ്. ഇപ്പോ കണക്കില്ല. അത് തന്നെ, ഇപ്പൊ കണക്കില്ലാതെ നമ്മുടെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ എന്റെ പ്രോട്ടോകോൾ എത്തിക്കുക, ഇവരൊക്കെ എഴുന്നേറ്റ് തന്നെ സല്യൂട്ട് ചെയ്യണം. എന്റെ പൊന്നെ, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. ഒരുപാട് സന്തോഷം ഉണ്ടാവില്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഞങ്ങൾ എടാന്നൊക്കെ വിളിക്കുന്നത് എനിക്കറിയാം. രാഹുലിനെ എനിക്ക് അത്ര അധികം അറിയാം, സാറിന് എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ട്ടോ. ചേട്ടനൊക്കെ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. സാർ അന്ന് തന്നെ വന്നപ്പോ കാണിച്ചിട്ട് ഞാൻ ആദ്യമേ ശ്രീനാഥ് വന്നപ്പോ തന്നെ ഇവനെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കണ്ണടയൊക്കെ വെച്ച് ചെറിയൊരു പയ്യൻ. രണ്ടും ഓൾഡ് സ്റ്റുഡന്റ്. ഇത് ഓൾഡ് സ്റ്റുഡന്റ് ആയിപ്പോ, കാരണം +1 കയറി കഴിഞ്ഞു. +1 നേരത്തെ 2003 ഓൾഡ് സ്റ്റുഡന്റ് ആണ്. അതെ, നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രൗഡ് പെടുന്ന നിൽപ്പുണ്ട് GVHSS നോർത്തറപ്പള്ളി കുന്നുംപുറം. അതെ അതെ, നമ്മള് ആരെയും സ്വീകരിക്കും, എന്താണോ അവരുടെ കഴിവ് അത് വളർത്തിയെടുക്കും. എല്ലാ അധ്യാപകരും ഒരേപോലെ തന്നെയാണ്. അത് കണ്ടെത്താനും അതിന് പ്രോത്സാഹനം കൊടുക്കാനും എല്ലാം സ്ട്രോങ് അധ്യാപകരാണ് അവിടെ. ഒരു ദിവസം അപ്പ എന്നെ എടുക്കാൻ വരായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പൊ എന്റെ അപ്പ സ്വപ്ന ടീച്ചർ ഇല്ല, എന്താ സ്വപ്ന ടീച്ചർ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വിചാരിക്ക ഇങ്ങനെയും ടീച്ചേഴ്സ് ഉണ്ടോ എന്ന്. എന്താ ഇത്ര കെയറിങ് ആയിട്ടുള്ള, ഇത്ര അതായിട്ടുള്ള, സ്വന്തം മക്കള് പോലെ നോക്കുന്ന ടീച്ചർമാർ ഈ സ്കൂളിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊന്ന് ഒരു മുഖം നീ കണ്ടിട്ടില്ല, എന്നെയൊക്കെ ഓടിച്ചിട്ടടിച്ചിട്ടുണ്ട്. അല്ല, അത് കയ്യിലിരിപ്പിന്റെ ആട്ടാ, അത് പറഞ്ഞല്ല. ഇപ്പത്തെ പിള്ളേർക്കൊന്നും അത്ര കയ്യിലിരിപ്പ് ഉണ്ടാവില്ല. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. എന്തായാലും സാറൊക്കെ വന്നപ്പോഴാണ് ഈ ചൂരില് മാറ്റി വെച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. സാറ് വന്നപ്പോഴാണ് പിന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയത്. നാടകവും പരിപാടികളൊക്കെ. പിന്നെ സ്പോർട്സിന് കരാന സാറും ഉണ്ടായിരുന്നു, ഇങ്ങനെ ബാലകൃഷ്ണൻ സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഇവനെ വളരെ സപ്പോർട്ടീവ്. മായൻ സാർ, സ്മിത ടീച്ചർ, അങ്ങനെ ആരെടുത്താലും, ബിന്ദു മാഡം, അങ്ങനെ ആരെടുത്താലും എല്ലാ ടീച്ചേഴ്സിന്റെ പേര് പറയണേല് എല്ലാ ടീച്ചേഴ്സും എല്ലാവരും അതെ, നേരത്തെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും എല്ലാം ഇവനെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഈ റൗണ്ട് ദ റോക്ക് സ്റ്റാർ അതൊക്കെ ആകുന്ന മുമ്പേ നമ്മുടെ കൂടെ ഉണ്ട്. PTA ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു കട്ട സപ്പോർട്ടാണ്. എപ്പോഴാണ് ശരിക്കും ഈ AI-നെ കുറിച്ചുള്ള ഈ എന്താ പറയാ അന്വേഷണങ്ങളും ക്ലാസ്സും ഇതെല്ലാം തുടങ്ങിയത് എപ്പോഴാണ്? സത്യം പറഞ്ഞ 2021-ലായിരുന്നു ഞാൻ ഈ എഡിറ്റിങ്ങിലൊക്കെ തുടങ്ങിയ. അപ്പൊ എന്റെ അപ്പ അഡോബിന്ന് കേട്ടാണ്, അഡോബി ഫോട്ടോഷോപ്പ്. ആ കമ്പനി ജോയിൻ ചെയ്തപ്പോ എനിക്ക് കുറെ എഡിറ്റിംഗ് ആക്സസ് ഫ്രീ ആയിട്ട് കിട്ടി. സാധാരണ 2 ലക്ഷം ഒക്കെ കൊടുക്കുന്ന ആ ആപ്പ് എനിക്ക് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഞാൻ ഓർത്തു അപ്പൊ ആ കമ്പനി ജോയിൻ ചെയ്തു. അപ്പൊ വിചാരിച്ച് അങ്ങനെ കിട്ടുന്നുണ്ട് ഞാനും ട്രൈ ചെയ്യാം. പക്ഷെ പിന്നെ സ്കൂൾ തുടങ്ങിയപ്പോ എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ച് പാടായി. അപ്പൊ ഞാൻ ചുമ്മാ ഹൗ ടു എഡിറ്റ് വീഡിയോസ് ഫാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്തപ്പം 2 മാസം എനിക്ക് സാധാരണ എഡിറ്റ് ചെയ്ത സാധനം 2 ദിവസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കിട്ടി. ആ സമയത്ത് എനിക്ക് അറിയത്തില്ല AI ഒക്കെ ആണെന്ന്. ചേച്ചി അങ്ങനെ എന്റെ പണി ഇത്ര ഈസി ആക്കുന്നത്. അപ്പഴേ ChatGPT ഒക്കെ വരുന്ന മുമ്പേ പിന്നെ ഈ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പ് വരെ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ ഈ ടെക്കിലോട്ട് വരാൻ തുടങ്ങിയത് തന്നെ 2013-ലായിരുന്നു. അപ്പോഴേ 4 വയസ്സായപ്പോ ചാനൽ തുടങ്ങി. കുറെ വീഡിയോസ് അൺലിസ്റ്റഡ് ആയിട്ട് ചുമ്മാ ഇട്ടു. പിന്നെ അതിപ്പോ പബ്ലിക്ലി ആക്സസിബിൾ അല്ല, അതിന് നല്ല ക്രിഞ്ച് വീഡിയോസ് ആണ്. അന്ന് അവൻ സ്കൂളിലുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ആർമി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം 2013-ലാണ് നമ്മൾ റിലീസ് ചെയ്തത്. അന്ന് ഇവൻ അവിടെ ഇല്ലല്ലോ, ഇവൻ വേറെ ഒരു സ്കൂളിലായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് 5ാം ക്ലാസ്സിൽ, അതൊക്കെ ഒരു നിമിത്തമാണ്. 5ാം ക്ലാസ്സിൽ ഇവനങ്ങോട്ട് കിട്ടി നമുക്ക്. പിന്നെ നമ്മള് ഉള്ളൊരു കണക്ഷൻ പുറത്ത് അങ്ങനെ കയറി പോകുന്നു. ഇവന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഇവന്റെ ഒരു പരിശ്രമവും കാരണം ഇവൻ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് കയറിപ്പോയി. അപ്പൊ ഇത് നമ്മൾ തുടങ്ങിയത് 2018-ലായിരുന്നു, 4 വയസ്സിൽ. അപ്പോഴാണ് നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇതെല്ലാം. ഓക്കെ, ആ ടൈമില് ഈ AI-നെ കുറിച്ച് അങ്ങനെയാണോ കിട്ടിയത്? കുറെ പോകുന്ന കഴിഞ്ഞപ്പോൾ വീഡിയോ എഡിറ്റിംഗിന്റെ സമയത്തായിരുന്നു 2021 AI കോണ്ടന്റ് ക്രിയേഷൻ 4 വയസ്സായപ്പോ 2013. ഓക്കെ, നൈസ് നൈസ്, അടിപൊളി. 4 വയസ്സെന്നൊക്കെ പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ അവിടെ നിങ്ങൾ പോകുന്നു. ഇപ്പോ നമ്മൾ ആദ്യമായിട്ട് പോയൊരു വിദേശ രാജ്യം ഏതാണ്? ആദ്യമായിട്ട് പോയത് UAE തന്നെ. UAE-ലേക്കാണ്. ആരാണ് അവിടെ നിന്ന് ഇൻവൈറ്റ് ചെയ്തത്? കേരള സോഷ്യൽ സെന്റർ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഇവൻ ഒരു വാക്ക് ഇപ്പോഴാണ് ഉപയോഗിച്ചത്. സാധാരണ 1 മിനിറ്റിൽ ഉപയോഗിക്കുന്ന 2 വാക്കുണ്ട്.
ആക്ച്വലി ബേസിക്കലി ബേസിക് എത്ര നേരം എടുത്ത് പോയി ആക്ച്വലി പറയാൻ ആക്ച്വലി സാറേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങുള്ളൂ. ഓക്കെ അത് എല്ലാ വീഡിയോയിലും എടുത്ത് നോക്കിയാലും ഇതിന്റെ ആക്ച്വലി വന്നിരിക്കും. വന്നിരിക്കും. അത് സാറുണ്ടായിരുന്നെ കുറച്ച് നേരം ഇത് വന്നില്ലല്ലോ സാറുണ്ടായിരുന്നെ പറയാതിരിക്കാൻ നോക്കുമായിരുന്നു. മാക്സിമം ട്രോൾ ഇവിടുന്നേ മേടിക്കണ്ട, കുറച്ചൊന്നും പറഞ്ഞു അത് വന്നുപോയി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള സോഷ്യൽ സെന്റർ, അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇപ്പം ഒമാനിന്റെ ആണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ കോളേജസും സ്കൂൾസും, കുവൈറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഇന്ത്യൻ സോഷ്യൽ സെന്ററും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ കോളേജസ് സ്കൂൾസും. പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബിക്കോസ് ഞാൻ കേരളയിൽ നിന്നായിരുന്നു, മലയാളികൾ ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം എനിക്ക് എന്നെ അറിയാത്ത സ്ഥലത്താണെങ്കിലും മലയാളികൾ ഉണ്ടായത് അവിടെ തന്നെ വിളിച്ച് പിന്നെ ബാക്കി എല്ലാവരും അറിഞ്ഞ് അങ്ങനെ എനിക്ക് അത് ചെയ്യാൻ പറ്റി. സോ അതായിരുന്നൊരു തുടക്കം എന്ന് പറയാം. പോയൊരു ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എവിടെയായിരുന്നു പോയ രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ? അങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അതെ, വിഷമമല്ല ശ്രീനാഥ് വേറെ രാജ്യങ്ങൾക്ക് എല്ലാ സ്ഥലത്തും അവരവിടെ നല്ല യുണീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യ തന്നെയാണ്. ഇത് തന്നെയാണ്. പിന്നെ അല്ല, ഇപ്പൊ നമ്മളെ ഈ AI കുറിച്ച് ഇപ്പൊ അത്യാവശ്യം ആളുകളിലേക്ക് AI എന്നുള്ള സംഭവം ആ വാക്ക് തന്നെ ഫെമിലിയർ ആയി. ഒരു ടൈമിൽ ഇപ്പൊ റൗളിന്റെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ AI കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പലർക്കും. ഇപ്പോഴാണ് ഇപ്പൊ ഒരു ഫണ്ണായിട്ടെങ്കിലും AI എന്ന് പറഞ്ഞു തുടങ്ങി. പടം ഉണ്ടാക്കുന്ന സാധനം അത് തന്നെ. അത് മാത്രമല്ല നോട്ട് ഒക്കെ അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് എല്ലാം വന്നു തുടങ്ങി. അപ്പൊ ഈ AI കുറിച്ച് അറിയാത്തൊരു ടൈമിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പലർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, ഇതെന്താണെന്ന് അറിയാൻ ഇതിനെക്കുറിച്ചൊക്കെ. ഞാൻ ആലോചിക്കുന്നത് ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ ഒരു ടൈമിൽ AI പോലും അത്ര ഫെമിലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ റൗളിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ മിക്കുന്ന കഴിഞ്ഞാൽ ലൈക്ക് എനിക്കെപ്പോഴും വായിക്കുന്നതിൽ അത്ര ഇതില്ലായിരുന്നു. അപ്പം പറ്റുന്ന അത്രയും വായിക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും കൂടുതൽ ഞാൻ യൂട്യൂബും അതുവഴിയായിരുന്നു പറ്റുന്ന അത്രയും നോളജ് എടുത്തുകൊണ്ടിരുന്നത്. സോ അവിടെ ആ സമയത്ത് കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. AI തുടക്കത്തിന്റെ സമയത്ത് കുറെ ആൾക്കാർ അവരുടെ വീഡിയോസ് ഒക്കെ ഇട്ടു. അപ്പൊ അങ്ങനെ ഞാൻ AI യൂസ് ചെയ്യാൻ തുടങ്ങി കുറെ ടൂൾസ്. പിന്നെ വിചാരിച്ചു ഈ ഫയർ കട്ട് എഡിറ്റ് ചെയ്യുന്ന ടൂൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ എൻ്റെ ഇത്ര. പിന്നെ ഞാൻ അതിന്റെ കോഡ് അല്ലാതെ അതിന്റെ എങ്ങനെ ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയത്, അതെല്ലാം നോക്കിയപ്പോൾ ട്രെയിനിങ് ഡേറ്റ അതെന്താ സാധനം. അപ്പൊ അങ്ങനെ ഓരോ കാര്യം ഞാൻ ഗൂഗിൾ അടിച്ചടിച്ച് നോക്കിയിട്ടായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. അങ്ങനെ സമയം പോയി പിന്നെ കുറെ വീഡിയോസും പിന്നെ ഇപ്പം ഞാൻ ഓരോ സ്ഥലത്ത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ കുട്ടി ആദ്യം അവർ വിചാരിക്കും ഇതാരാ ഈ കുട്ടി, ഈ ഹൈറ്റ് കുറഞ്ഞ ആള് ഞങ്ങളെ പഠിപ്പിക്കാന്ന് കോളേജിലൊക്കെ അങ്ങനെ നോട്ട് അങ്ങനെ എപ്പോഴും. ഞാനത് ഇങ്ങനെ പറയുമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയുണ്ട്, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. അത് ശരിക്കും അർത്ഥവത്താണ്. നമ്മൾ ഒരാളെ കണ്ട് വിലയിരുത്താൻ പറ്റില്ല, അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരാളെ വിലയിരുത്താൻ പറ്റൂ. ഉറപ്പായിട്ടും. അപ്പൊ ഇങ്ങനെ ആൾക്കാർ വിചാരിക്കൂലേ പഠിപ്പിക്കാമെന്ന ആളെ കൂടെ വന്ന കുട്ടിയായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ തീരുമ്പത്തേക്ക് അവരുടെ ചിന്ത ടോട്ടലി മാറും. നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മൾ ആരാണ്. പിന്നെ അവര് ഫോട്ടോസ് ഒക്കെ എടുക്കും, ഇതൊക്കെ എടുക്കും. പക്ഷെ ചിന്താധമനിയിൽ ധൂളി കയറി. അതെ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറെന്റാ. ഇപ്പൊ എന്താ ഈ സോഷ്യൽ മീഡിയ എല്ലാവരും അറിയാം, എനിക്ക് ആൾക്കാർക്ക് എന്നെ അറിയുന്നുണ്ട്. ഇവൻ മറ്റേ AI ഇതുവല്ലേ ഞാൻ പറയാ ഞാൻ മറ്റേ AI റൗളാണ് എന്റെ പേര്. എന്റെ പേര് ആർക്കും ഇപ്പഴും അറിയാം, എന്തോ AI ആണെന്നറിയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ എന്താ പറയുക AI വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയത്. AI കുറിച്ചുള്ള വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് എവിടെ നിന്നാണ് ആ ഇൻഫർമേഷൻസ് എടുക്കുന്നത്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബും അതൊക്കെ തന്നെ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഈ AI ടൂൾ, അടുത്ത AI ടൂൾ, ഓരോ AI പോലെ അവൈലബിൾ ആയി. പിന്നെ ആ സമയത്ത് ഈ ആപ്പ് ഉണ്ടായിരുന്നു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല വൈറൽ അറിയാമായിരിക്കും. അതെന്ന് അറിയാലോ, കൊറോണ ടൈം ലോക്ക്ഡൌൺ ടൈമിൽ നമ്മളൊക്കെ അതിനകത്തായിരുന്നു. എന്റെ അപ്പനും എന്നെ തന്നെയായിരുന്നു. അതിനെ പറയണ്ടായിരുന്നു. പക്ഷെ അവിടെ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ മലയാളീസും അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ലൈക്ക് ഒരു സോഷ്യൽ ഓഡിയോ പ്ലാറ്റ്ഫോം, ലൈക്ക് വേറെ ആൾക്കടുത്ത് സംസാരിക്കാം, ഇതൊക്കെ ചെയ്യാം. അവിടെ പക്ഷെ ആരും എന്നെ അങ്ങനെ മോട്ടിവേറ്റ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഓക്കെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി സംസാരിക്കും. അപ്പൊ ആരും അത്ര ഒന്നും വില വന്നില്ല. പിന്നെ ഞാൻ US ആൾക്കാരുള്ള റൂംസിൽ പോയി.
അവിടെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ നാസയുടെ ആൾക്കാർ, കുറെ വലിയ വലിയ AI ആൾക്കാർ. അപ്പൊ അവരുടെ എനിക്ക് എന്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു ഞാൻ പോയത്. ഗൈസ് ഐ മേഡ് AI വീഡിയോ ചെക്ക് ഇട്ടോട്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതിലേക്കാളും കൂടുതൽ അവിടെ നാസ അങ്ങനെ കുറെ വലിയ സയന്റിസ്റ്റ് അവരൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അവരുടെ കാര്യം എനിക്ക് സംസാരിച്ച് കുറെ കാര്യം എനിക്ക് അവിടെ നിന്നും പഠിക്കാൻ പറ്റും. ക്ലബ് ഹൗസ് നല്ല രീതിയിൽ യൂസ് ചെയ്ത ആൾക്കാർ വളരെ കുറവായാലും ഒരാളെ ഞാൻ ഇപ്പൊ കണ്ടെത്തിയാണ്. അങ്ങനെ അവരായിട്ട് സംസാരിച്ചിട്ടാണ് ബാക്കി. മോൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അവരത് അക്സെപ്റ്റ് ചെയ്തോ? ഒരു കുട്ടിയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ അവരെന്ന് പറഞ്ഞാൽ അത്രയും നാരോ മൈൻഡഡ് അല്ല. അവർ ഓക്കെ. പിന്നെ അവര് പതുക്കെ അവരെനിക്ക് പൈസ തരാൻ തുടങ്ങി, ഈ ടൂൾസ് എനിക്ക് വാങ്ങിച്ചു തരാൻ തുടങ്ങി. സോ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ ഇത് ചെയ്യാൻ. പിന്നെ പതുക്കെ അവിടെ നിന്നാണ് ഒരു US-ന്റെ ഒരു പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമോ. അതിൻ്റെ മുമ്പ് കുറെ പേരൻസ് ചോദിച്ചു പ്രൈവറ്റ് ആയിട്ട് എടുക്കും, അതെടുത്തു. പിന്നെ പ്രിൻസിപ്പിൾ ചോദിച്ചു. പിന്നെയാണ് ഞാൻ ആ റോബോട്ട് ഉണ്ടാക്കിയത്. പിന്നെയാണ് ആ ഇന്റർവ്യൂ ഇപ്പോൾ പറഞ്ഞത് ഞാൻ US-ലേക്ക് ക്ലാസ് എടുക്കാൻ. അപ്പോഴാണ് അത് വൈറലായത്. ശരിക്കും പറഞ്ഞാൽ ആ റോബോട്ട് ഉണ്ടാക്കിയ ആ ഒരു ടൈമിലാണ്. യെസ്. ആ റോബോട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്ന ഒരു കാരണം എന്താണ്? മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളില് വേറെ കുട്ടിയും കൂടെ ഉണ്ട്, അശ്വനജി എന്ന് പറഞ്ഞൊരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി ഹിറ്റായതാണ്. അവര് നല്ലതായിട്ട് റോബോട്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ വിചാരിച്ചു അത് കണ്ടപ്പം എൻ്റെ ഈ കുട്ടികൾക്ക് എടുക്കാൻ ഇപ്പൊ 12 മണിയാകുമ്പോ എനിക്ക് ഉറങ്ങണമല്ലോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ എന്നെ കൊല്ലും. അപ്പൊ അതിന് ഞാനൊരു ഗെയിം ഉണ്ടാക്കി. ഈ കുട്ടികൾക്ക് ഇപ്പൊ അവർക്കൊരു ഡൗട്ട് ചോദിക്കുന്നു, എന്റെ ഒരു ക്ലോൺ പോലത്തെ എന്റെ ശബ്ദത്തിൽ എന്റെ വഴിയിൽ അത് ആൻസർ ചെയ്യും. അപ്പൊ അത് അവർക്ക് ഡൗട്ട്സ് ആൻസർ ചെയ്യാൻ വേണ്ടിയായിട്ടുള്ളായിരുന്നു ആ ഒരു ഇത്. അപ്പൊ അത് ആൻസർ ചെയ്ത് അവർക്ക് എന്താ യെസ്. അപ്പൊ ഗൂഗിളിൽ പോയി AI എന്നാണ് ടൈപ്പ് ചെയ്ത് നല്ല കോംപ്ലക്സ് ആയിട്ടായിരിക്കും, ഒന്നും മനസ്സിലാത്തില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ ആൻസർ ചെയ്യുന്ന വിധത്തിൽ എന്റെ ശബ്ദത്തിൽ ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ടായിരുന്നു അതുണ്ടാക്കിയത്. മോൻ അതായത് ഇപ്പൊ മോൻ ഉറങ്ങിക്കഴിഞ്ഞാലും മോന്റെ പേജിൽ വന്നിട്ടോ അല്ലെങ്കിൽ മോനോട് ചോദിക്കേണ്ട ഡൗട്ടുകൾ കുട്ടികൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതുണ്ടാക്കിയത്? ഇവൻ ഉറങ്ങും, പക്ഷെ മറ്റുള്ളവർ അതുകൊണ്ടാണ് പിന്നെ അശ്വനജി ഈ സംഭവം ഉണ്ടാക്കി. അപ്പം ഞാൻ എല്ലാ വർഷം സയൻസ് ഫെയർ ഞാൻ എല്ലാത്തിനും ചേരുമായിരുന്നു. പക്ഷെ സയൻസ് ഫെയറിൽ ഞാൻ എല്ലാ വർഷം പോവായിരുന്നു. സാർക്കറിയാം എൻ്റെ മുമ്പത്തെ വർഷം കുറെ കാര്യം ചെയ്തു. അപ്പൊ ആ വർഷം വിചാരിച്ചു അശ്വനജിത് അതും കൂടെ കണ്ടപ്പോ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ചെയ്താലോന്ന്. അപ്പൊ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചെയ്ത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ നല്ലതായിട്ട് കാർപ്പൻറ്ററും അതൊക്കെ നല്ലതായിട്ട് അറിയാം. അപ്പൊ അവൻ ബോഡി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഫുള്ള് സോഫ്റ്റ്വെയർ പണി ചെയ്തു. ഇതൊക്കെ കണക്ട് ചെയ്ത് NVIDIA ഇതൊക്കെ അകത്തിട്ട് ഞങ്ങൾ പിന്നെ ആ റോബോട്ടായിരുന്നു എക്സിബിഷനിൽ റോബോട്ടിന്റെ ആക്ടിവിറ്റീസ് എന്തായിരുന്നു? അപ്പൊ ആ റോബോട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ ഗെയിം ഉണ്ടാക്കിയില്ലേ, ആ സെയിം സാധനം ഞാൻ എടുത്ത് റോബോട്ടിന്റെ അകത്തിട്ടു. അപ്പൊ എന്റെ വഴിയിൽ സംസാരിക്കും, എന്റെ ഡീറ്റെയിൽസ്. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എന്റെ ക്ലോൺ ആകാൻ വേണ്ടിയായിരുന്നു. എന്റെ വഴിയിൽ ഞാനില്ലെങ്കിലും എന്റെ വഴിയിലല്ല എന്റെ പോലെ എന്നെ ആൻസർ ചെയ്യും. ഇവൻ നമ്മള് എക്സിബിഷനും കൊണ്ടുവന്നത് വെച്ചിരുന്നു സ്കൂളില്, ശാസ്ത്ര എക്സിബിഷൻ നടക്കുമ്പോൾ. അത് വൻ വാർത്തയില്ലേ ആ സംഭവം, ഒരുപാട് ന്യൂസ് ആയില്ലേ. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ ആ റോബോട്ട് ഉണ്ടാവാൻ കാരണം ഇതാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കടകളിൽ പൈസ കൊടുക്കുമ്പോൾ മമ്മൂക്കയുടെ സൗണ്ടിൽ 35 രൂപ 50 പൈസ നന്ദിയുണ്ടേ എന്ന് പറയുന്നില്ലേ, ഇതും ഒരു എയുടെ സഹായത്തോടെ ചെയ്യുന്നതല്ലേ? യെസ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെയും കൂടെ ഇത് വെച്ചായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ അവരുടെ കുറെ ശബ്ദം എടുക്കും, അത് ഇരുന്ന് പഠിപ്പിക്കും. എന്നിട്ട് ഈ മമ്മൂക്ക പഠിപ്പിക്കും, ഈ കമ്പനീസ് തന്നെ അത് AI ഡേറ്റ സെറ്റ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അത് AI ഇപ്പൊ നമ്മളെങ്ങനെ ഒരു കാര്യം പഠിക്കുന്നത് നമ്മളിപ്പം നടന്ന് തുടങ്ങുമ്പോഴല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ABCD പഠിച്ചാലല്ലേ വേർഡ്സ് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ കുറെ വോയിസുകൾ എടുത്ത് പഠിപ്പിച്ചു. എന്നിട്ടല്ലേ ഇപ്പം ഡബിങ് ചെയ്യാനാണെങ്കിൽ അല്ല ഒരു മിമിക്രി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ മമ്മൂക്കയുടെ കുറെ ശബ്ദം കേട്ടിട്ടല്ലേ AI സെയിം തന്നെ ആ ശബ്ദം പഠിപ്പിച്ചിട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ആപ്സും ഇതിനകത്ത് അവർക്ക് അപ്പം അതിന്റെ മുമ്പേ ഇവരുടെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് ലൈസൻസ് ഒക്കെ ചെയ്തിട്ട് അവർ ചെയ്യാൻ പക്ഷെ പാടുള്ളൂ. ഇത് ഈ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശബ്ദം അങ്ങനെ ഉപയോഗിക്കാം. യെസ്. ഓക്കെ, നന്ദിയുണ്ടേ. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ട്രെൻഡായില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട്. ഇതും എയുടെ സാങ്കേതിക വിദ്യകൾ കൊണ്ടാണെന്ന്
സത്യം എന്തൊക്കെ പറഞ്ഞാലും പലർക്കും ഇപ്പോഴും അറിയില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് മമ്മൂക്ക് ഇതെങ്ങനെ ഇതൊക്കെ ഡബ് ചെയ്യുന്നേ, ഇത്രയും പൈസയുടെ ഡബ് ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എനിക്കിടക്ക് ആദ്യമായിട്ട് കേട്ടപ്പോ ഡൗട്ട് ഉണ്ടായി, ഇതെങ്ങനെ മമ്മൂക്ക്. അത് തന്നെ. അപ്പൊ 10 രൂപ 50 രൂപ 100 രൂപയ്ക്ക് നോക്കി 3 രൂപ 75 പൈസ നന്ദിയുണ്ടേ. ഇതെങ്ങനെ നമുക്ക് എന്ത് പാടുപെട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഇത് എയുടെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്. എനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പൊ എല്ലാരും പറയും നമ്മുടെ ജോലി എടുക്കും, നമ്മളെ കൊല്ലും എന്നൊക്കെ. പക്ഷെ അതിലും കാളെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ AI ഈ കാലത്ത് നമ്മളെല്ലാ പ്രാവശ്യം ഉപയോഗിക്കുമ്പം നമ്മുടെ ഫോണിൽ നിന്ന് അത് കണക്റ്റഡ് ആയിട്ടുള്ളത് വലിയ വലിയ കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ് ആണ്. ഈ ഗൂഗിളിന്റെ ഓഫീസിലും അവിടെ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് വൈഫൈ വഴി. അതുകൊണ്ടാണല്ലോ ഉപയോഗിക്കുന്നത് അവരുടെ വലിയ കമ്പ്യൂട്ടർ. പക്ഷെ ആ കമ്പ്യൂട്ടർ നമ്മളിപ്പോ നമ്മുടെ ഫോൺ കുറച്ചൊരു ഉപയോഗിക്കുമ്പോൾ നല്ല ചൂടാവും. അപ്പൊ ആ വലിയ കമ്പ്യൂട്ടർ ആ മില്യൺസ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്നത് നല്ല ചൂടാത്തില്ല. അപ്പൊ അവിടത്തേക്ക് 24/7 100 AC ഓൺ ആയിരിക്കും. പിന്നെ വാട്ടർ കൂളിംഗ് ഉണ്ടായിരിക്കും, പിന്നെ ഫ്രോസ്റ്റഡ് ജെല്ലി കൂളിംഗ് ഉണ്ട്. അപ്പൊ അവിടെ ആക്ച്വലി 50% ഓഫ് ദ വാട്ടർ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അവിടെ ഈ ഇലക്ട്രിസിറ്റി അത്ര യൂസ് ആകുന്നുണ്ട്. കോൾ ബേണിംഗ് ഒക്കെ നോൺ റിന്യൂവബിൾ സോഴ്സസ്. അപ്പൊ അതിന്റെ കാരണം അത്ര കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ക്ലൈമറ്റിന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അടുത്ത് ചോദിക്കുമ്പോൾ നല്ലതായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പം ജോലി എടുക്കുന്നതിനാളും വലിയൊരു കാര്യം അത് തന്നെ. ഒരു സൈഡില് നമ്മുടെ അന്തരീക്ഷത്തിന് അത് ബാധിക്കുന്നുണ്ട്. ഇത് ഇനി കൂടി വരുള്ളൂ കാലക്രമേണ. നമ്മൾ എത്ര കൂടുതൽ ഉപയോഗിക്കുന്ന കൂടി വരത്തില്ല, അൺലെസ് ഉണ്ടാക്കുന്ന ആൾക്കാർ അവരെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച. എന്താ സാറേ കേൾക്കുന്നത്? നമ്മള് നമ്മുടെ അന്തരീക്ഷത്തിന് മലിനാകുന്നത് വാഹനത്തിന്റെ പുകയെന്നാണ് ഇതുവരെ ചിന്തിച്ചിരുന്നത്. ഇത് പിന്നെ ഫാക്ടറികളിലെ പുകയും. ഇതിപ്പോ എന്തൊക്കെ കേൾക്കണേ, ഇത് ഏത് ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. പഠിക്കുമ്പോ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ പിന്നെ സാറ് പറഞ്ഞു അല്ല ഞാൻ പഠിക്കുമ്പോന്ന് ഞാൻ പറഞ്ഞു പോയി. പഠിക്കുമ്പോ അല്ലല്ലോ, നിനക്ക് അവിടെ വരിക, നാടകം കളിക്കുക. സാറ് മറന്നു പറഞ്ഞ ഷൂട്ടാണ്. സാറ് പറഞ്ഞു വന്നത് നീ സ്കൂളിൽ വന്നെന്ന് പറഞ്ഞോ, പഠിക്കാന്ന് പറഞ്ഞാൽ ഞാനിവിടെ അങ്ങ് എഴുന്നേക്കും. ഓക്കെ. അല്ല, നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ ഇപ്പം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ നല്ല നല്ല ഇൻഫർമേഷൻസ് വരുന്നതിനനുസരിച്ച് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കുറെ സംഭവങ്ങളും വരുന്നുണ്ട്. അതാരും കാണാതെ പോരുതല്ലേ. ഇനി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കൂ. ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മൾ ഈ റിന്യൂവബിൾ എനർജി ഒക്കെ എന്താ ഉപയോഗിക്കാത്തെന്ന് പറയട്ടെ. ഈ സോളാർ പാനൽസും ഈ വിൻഡ്മില്ലൊക്കെ ആൾക്കാർ പറയുന്നത് മെയിനായിട്ട് അത് ഉപയോഗിക്കാത്തെന്ന് വെച്ചാൽ പൈസയുടെ കാരണം. പക്ഷെ അതിലും കൂടുതൽ ഇപ്പൊ കോൾ ബേണിങ്ങും ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി ഒക്കെയാണ് നമ്മൾ വാട്ടർ ഹൈഡ്രേഷൻ അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, നാളെ ഇത്രയും നമുക്ക് കറണ്ട് കിട്ടും, എല്ലാ വീട്ടുകളിലും കറണ്ട് കിട്ടും ഉറപ്പാണ്. പക്ഷെ ഇപ്പൊ വിൻഡ് മില്ലാണെങ്കിൽ അല്ല സോളാർ എനർജി ആണെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിൽ വരുമോ? രാത്രിയില്ല, അല്ലെങ്കിൽ കാറ്റില്ലെങ്കിൽ വരത്തില്ല. അപ്പൊ നല്ല അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ. പക്ഷെ ഈ മറ്റേ വഴിയല്ല, ഹൈഡ്രോളിക്കും അതെല്ലാം വഴിയോ നല്ല പ്രെഡിക്റ്റബിൾ ആണ് അല്ലെ. കോൾ ബേണിംഗ് ആണെങ്കിൽ നമ്മൾ കോൾ ബേൺ ചെയ്യുന്നു, അപ്പൊ ഇലക്ട്രിസിറ്റി എന്തായാലും വരും. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ വെതർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ വെച്ചിട്ട്. അടുത്ത ദിവസം നല്ല തണുപ്പായിരിക്കും, അടുത്ത ദിവസം മഴ കാണും. അപ്പൊ ഈ സെയിം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എത്ര എനർജി ഇതാകുന്നുണ്ട്. വിൻഡ് മില്ലാണെങ്കിൽ സോളാറിലാണെങ്കിൽ നാളെ കാറ്റുണ്ടോ, നാളെ കാറ്റില്ലേ, നാളെ സൂര്യൻ എന്തോ ഇല്ലയോ, എത്ര എനർജി കാണും. അങ്ങനെ ഒരു വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി ആക്ച്വലി നല്ല സോഴ്സുകൾ വഴി ഈ തന്നെ പവർ ചെയ്യാനും വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും നല്ലത് തന്നെയാണ്. ശരിക്കും നമ്മുടെ ഒരു സർവന്റ് ആണോ? സർവന്റിനെ പോലെ നമുക്ക് യൂസ് ചെയ്യാമോ? ഞാനത് ക്യാമറയിൽ പറയുന്നില്ല, ബിക്കോസ് ഫ്യൂച്ചറിൽ ഈ വീഡിയോ ഒക്കെ കണ്ട എന്നെ സെർവന്റ് ആക്കും. പക്ഷേ നമ്മളെ പോലെ അതൊക്കെ മേലെ കണ്ടു കഴിഞ്ഞു. ഇത് ഗൂഗിളിനോട് ചോദിച്ചോലെ ഹൗ ടു ഹാക്ക് ഗൂഗിൾ ഗൂഗിളിനോട് പോയി. പക്ഷേ സത്യം പറഞ്ഞ ഞാൻ പറയുന്നത് സെർവന്റ് അത് ഒരു കോവർക്കറിന്റെ പോലെ നോക്കിയാ, അല്ലൊരു അസിസ്റ്റന്റ് പോലെ നോക്കിയാൽ അത് നമുക്ക് ഓരോ കാര്യം ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു സെർവന്റ് പോലെ നോക്കിയാൽ
ഇപ്പൊ കോവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നു എന്നിട്ട് മേളിൽ നിന്ന് നോക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഓരോ കാര്യം പറയുന്നു. ഒരു ഓർക്കസ്ട്ര പോലെ എങ്ങനെ പാട്ട് കൊണ്ടുപോകണം, കുറയ്ക്കണം, അങ്ങനെ നമുക്ക് ഈ അടുത്ത് പറയണം. സെർവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പണി, പോയി ചെയ്തു. പക്ഷെ എന്ന് പറഞ്ഞാൽ പണി ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു അത്ര പണി കുറവാണ്, പക്ഷെ പണി ചെയ്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം. നമ്മുടെ റാവലിനെ കൂടി പഠിപ്പിച്ച ഒരു അധ്യാപകനായിരിക്കുന്ന തൊട്ടടുത്ത് ഇപ്പോ പഠിച്ചു വന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ട് നമുക്ക്. ഈ AI കൊണ്ട് നമുക്ക് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും? ആക്ച്വലി ഐ ബിലീവ് കുറെ കാര്യം മാറ്റാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ടെന്ന് വെച്ചാൽ കുറെ സ്ഥലത്ത് ഇപ്പൊ AI പഠിപ്പിക്കാൻ തുടങ്ങി. ആൻഡ് ഐ ബിലീവ് ഇപ്പൊ കേരളത്തിൽ തന്നെ AI പഠിപ്പിച്ചു തുടങ്ങണം. റൈറ്റ്, ലൈക്ക് ബിക്കോസ് അതൊരു അഡ്വാൻസ് അതാണ്. കുറെ ലൈക്ക് ഇപ്പൊ പുറത്താണെങ്കിലും US അവിടെ ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അവരുടെ സിലബസ് ലീവ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്റ്റേറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ ആക്ച്വലി കേരളം ഓൾറെഡി നമ്മൾ എഡ്യൂക്കേഷനിൽ മുമ്പോട്ടാണ്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളും കൂടുതൽ ഡെവലപ്മെന്റ് സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് നല്ല മികച്ച ക്ലാസ് റൂമുകൾ നമ്മൾ വിദ്യാലയത്തിൽ തന്നെ ഇപ്പോൾ ക്ലാസ് റൂം പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിൽ തന്നെ ഒരു മികച്ച ലാബാണ് VHSCയുടെ നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. ഗവൺമെന്റ് സ്കൂളിന്റെ കാര്യം പറയുന്നത്. മികച്ച വിദ്യാലയ ലാബുകള്, കമ്പ്യൂട്ടർ സൗകര്യങ്ങള്, അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുറച്ച് നാളായിട്ടുള്ള ഒരു 10 വർഷമൊക്കെ ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ, ഫെസിലിറ്റീസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഡെവലപ്മെന്റ്. ഹൈടെക് നേരത്തെ ആയതാണ്. ഇപ്പൊ പുതിയ ഇപ്പം പറഞ്ഞ പോലെ ഇനി AI മേഖലകൾ എങ്ങനെ കടന്നു വരുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കോഴിക്കോട് നടക്കാവ് സ്കൂളൊക്കെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ലെവലിലേക്കാണ്. ഗവൺമെന്റ് സ്കൂളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാലേ, ആ രീതിയിലേക്ക് എത്തി. പക്ഷെ ഇപ്പൊ എല്ലാ ഗവൺമെന്റ് സ്കൂൾ തന്നെ എടുത്താലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 10-15 വർഷം ചേട്ടൻ പഠിച്ച സമയം ഭയങ്കര മാറ്റമുണ്ട്. 2003 നടന്നു പോയത്. 2003-2004 ഞാനവിടെ വരുമ്പോ 2000 സ്കൂളിലേക്ക് വന്നു. അവിടെ 25 വർഷത്തോളമായി. ഞാൻ വന്നപ്പോ ഇപ്പത്തെ എന്തൊക്കെ ഡിഫറെന്റ്, ഒരുപാട് വ്യത്യാസം. അതൊരു ഗുണമുണ്ട്. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധൈര്യമായിട്ട് കുട്ടികളെ ചേർക്കാൻ പറ്റും. മാറ്റങ്ങളാണ് എപ്പോഴും നല്ലത്. പിന്നെ എല്ലാ സ്കൂളിലും അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഒരു മനുഷ്യന്മാരല്ലേ, ജീവനുള്ളവരല്ലേ പഠിക്കണത്. അവരുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. എന്നാലും ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ ഒരു സിലബസിലേക്ക് AI കൂടി കൊണ്ടുവരണം എന്നാണ് അഭിപ്രായം. അപ്പൊ അത് ഇപ്പൊ AI പഠിപ്പിക്കാനാണെങ്കിലും നമുക്ക് അതല്ലാതെ ഓരോ കാര്യം പഠിപ്പിക്കാനും AI ഉപയോഗിക്കാം. ബിക്കോസ് എല്ലാരും ഇപ്പൊ പഠിപ്പിക്കുന്ന വേറെ വഴിയാണല്ലോ. ഇപ്പം എക്സാമ്പിൾ പഠിക്കുന്നത് ചില ആൾക്കാര് വിഷ്വലി ആയിരിക്കും, ചില ആൾക്കാർ വായിച്ചായിരിക്കും, ചില ആൾക്കാർ ഇത് കേട്ടിട്ടായിരിക്കും, ചില ആൾക്കാർ ഗെയിം കളിക്കാറുണ്ടല്ലോ എല്ലാരും. ചിലപ്പോ AIക്ക് ഓരോ കണ്ടന്റ് ഗെയിം ആക്കാൻ പറ്റും. ഇപ്പൊ അത് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഓൾറെഡി പുറത്ത് തന്നെ കുറെ കൺട്രീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു നമ്മൾ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ അതൊരു ഗെയിം പോലെ ആക്കി അവർക്ക് പഠിപ്പിക്കാൻ പറ്റും? യെസ്, നമുക്ക് ജസ്റ്റ് ചാപ്റ്ററിന്റെ ആ PDF എടുക്കുന്നു, ഇപ്പൊ നോട്ട്ബുക്ക് എല്ലാം അല്ലെങ്കിൽ ലേണിയോ ഏതെങ്കിലും ഒരു AI അപ്ലോഡ് ചെയ്യുന്നു, അത് ഫുള്ള് ഗെയിം ആക്കി തരും. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പാരന്റ്സിന് ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? അവർക്ക് ചെയ്തു കൊടുക്കാലോ. അവർക്ക് ഇതൊരു ട്യൂഷൻ പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനത്തെ AI ടൂൾസ്. ഓക്കെ, അപ്പൊ ഈ പാരന്റ്സിന് ഇൻഫർമേഷൻ എവിടെന്നാണ് അവർ കളക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈക്ക് ഓബിയസ്ലി ലേറ്റസ്റ്റ് AI ഫോർ സ്റ്റഡീസ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ എപ്പോഴും ഇങ്ങനെ ഓരോ വീഡിയോ അപ്ഡേഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് 2 വശങ്ങളുണ്ട് കേട്ടോ. കൂടുതൽ ഇതിൽ അഡിക്റ്റ് ആയിട്ട് പോകുമ്പോഴും ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തും അതല്ലാതെ കുട്ടികൾ മൊബൈലിൽ വെച്ച് പഠിച്ചു തുടങ്ങുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. കാരണം മറ്റേത് ഇതിന്റെ പുറകെ പോകും, ഗെയിംസിലേക്ക് പോകും, പിന്നെ പഠനം തന്നെ ഇല്ലാതാവും. അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. വിദ്യാലയത്തിൽ വന്നിരുന്ന് പഠിക്കുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് കിട്ടത്തില്ലല്ലോ. അതന്നെ,
അപ്പൊ എന്താ ഞാൻ ഇപ്പം തന്നെ കുറെ പിള്ളേർന്ന് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ട് ആയി പോകും പെട്ടെന്ന്. അപ്പൊ ആ ഡിസ്ട്രാക്ഷനാണ് ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ എനിക്ക് വരുന്ന എപ്പോഴും എനിക്കിഷ്ടമാണ് സ്കൂളിൽ വരുന്നത്. അപ്പം പക്ഷെ ഇപ്പൊ ഫോണിൽ ജസ്റ്റ് നോക്കിയിരുന്നാൽ ചിലപ്പോൾ ഗെയിംസ് കളിച്ചു പോകും, വേറെ റീൽസ് സ്ക്രോൾ ചെയ്തു, ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും കാണും. അതാണ് ഇപ്പം മെയിനായിട്ടുള്ള കുഴപ്പം. പിന്നെ 30 സെക്കൻഡിൽ കൂടുതൽ തലയിൽ ഇപ്പൊ നിൽക്കാറില്ല അല്ലേ? കാരണം എന്താണ്? റീൽസിന്റെ ടൈം 30 സെക്കൻഡാണ്. റിട്ടൻഷൻ അടുത്തതിലോട്ട് പോകും. തീർച്ചയായിട്ടും. പണ്ട് സാർ ഓർക്കുന്നുണ്ടോ, ഒരു ടൈമില് നമുക്കൊരു 50 പേരെ കൂടുതൽ ആൾക്കാരുടെ മൊബൈൽ നമ്പർ കാണാതെ അറിയായിരിക്കും. ഇപ്പൊ പല വണ്ടികളുടെ നമ്പർ അറിയായിരിക്കും. ഇപ്പൊ സ്വന്തം നമ്പർ പോലും നമ്മൾ സെർച്ച് ചെയ്ത് പാരന്റ്സിന്റെ നമ്പർ ഒന്നും നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തലയിലേക്ക് വരില്ല. നിങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോ പദ്യത്തിന്റെ ഒക്കെ രീതി സിനിമാ പാട്ടുകളിലൊക്കെ നമ്മൾ ചെയ്ത് തരുമ്പോ ഇപ്പോഴും ഉണ്ടല്ലടാ. അതായത് ഇപ്പൊ റൗള് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു നമുക്കൊരു ലെസൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഗെയിം പോലെ പിള്ളേരെ പഠിപ്പിക്കാം, പെട്ടെന്ന് തലയിൽ കയറും. ഞങ്ങളുടെ കാലത്തിലെ AI മെഷീനാണ് ഈ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സാറ് ഞങ്ങൾക്ക് പദ്യം പഠിപ്പിച്ചു തന്നത് ഏതെങ്കിലും സിനിമാ പാട്ടുകൾ വെച്ചാ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയും പാടാവോ? അത് ഒരു പാട്ട് പിന്നെയും പഠിപ്പിച്ചപ്പോഴാണ് അല്ലേ? ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി, നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു, ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല, പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് അങ്ങോട്ട് കയറിപ്പോവും. അന്നൊക്കെ ഞാനത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പത്തെ കുട്ടികളെ ഒരു 10-20 രീതിയിലോട്ട് അത് കയറ്റി പോവും. നമ്മളുടെ ഒരു രീതി മറ്റേ നിനക്ക് അറിയാവുന്ന സംഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസാണത്. മിക്ക പോയമും പാട്ടാണെങ്കിലും സാറ് ലേറ്റസ്റ്റ് സിനിമാറ്റിക് പാട്ടെടുത്ത് അത് വെച്ചിട്ട് അപ്പൊ എല്ലാവരുടെ അറ്റൻഷൻ സാറിന് ഇത് കൊള്ളാലോ. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സംഭവമുണ്ട്, ഈണം കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പദ്യത്തില്. ഉമ്മ വിളമ്പിയ ചോറിന് മുൻപിൽ ഞാൻ എന്നുള്ളൊരു നമ്മളുടെ യൂസഫ് അലി കേച്ചേരിയുടെ ഒരു കവിതയുണ്ട്. അത് ഇവരെയാണ് പഠിപ്പിച്ചത് ഞാൻ. ഉമ്മ വിളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു, ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണു താനും, ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുള്ളൊരു ചുവന്നുള്ളി ചമ്മന്തി അത്രമാത്രം, മച്ചകത്താരോ തേങ്ങിപ്പറക്കുവതമ്പലപ്രാവുകളോ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ കൊച്ചു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ, ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണ്. മാത്രല്ല ഹിന്ദി ഇത് ടീച്ചറും എല്ലാം ഹിന്ദി രീതിയിലോട്ട് നമ്മള് ഉത്തരേന്ത്യനെ വിടാൻ പറ്റില്ലല്ലോ. ആ രീതിയിലോട്ടും കേറും. തമിഴിലൊക്കെ പാട്ട് കയറി പോകാറുണ്ട്. ഞങ്ങളുടെ വെച്ചിട്ട് എന്തായാലും ലോക പ്രശസ്തനായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. പഠിക്കാൻ ക്ലാസ് റൂമിൽ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഈ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റൗൾ എങ്ങനെയായിരുന്നു? ഞാൻ എങ്ങനെയാ പറയാ പറയണം. ഇവന് കൂടി ഞാൻ മിമിക്രിക്കാർക്ക് രക്ഷപ്പെട്ട പോലെ ചിലർക്കൊരു ഗോഡ് സ്പോട്ട് തലയിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടെത്തി എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു. മലയാളത്തിന് എങ്ങനെ ജയിക്കും എന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതുമാത്രമല്ല ഓരോ വിഷയത്തിനും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് നമ്മുടെ ടീച്ചേഴ്സ് കൂടെ ഇരുന്ന് ഏത് പിള്ളേരുടെ ആയാലും കൂടെ ഇരുന്ന് പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നിങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നോർത്തറപ്പള്ളി കുന്നമ്പുറം സ്കൂളിന്റെ ഒരു പ്രത്യേകത അതാണ് ഞാൻ കണ്ടേക്കണത്. ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ആർക്കാണോ അതിന്റെ ആവശ്യകത വേണ്ടത് ആ പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചെടുക്കും. കൂടെ ഇരിക്കുമ്പോൾ അത് ഇന്ന ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സ് അത് LP മുതലാണെങ്കിൽ ഇപ്പൊ റൗളായിട്ട് LP UP ഹൈസ്കൂൾ ഇപ്പൊ അവൻ ഹയർ സെക്കൻഡറിയിലാണ് പഠിക്കണം. എന്നിട്ടും ഇപ്പോഴും ആ ചെറിയ ക്ലാസ് തൊട്ടുള്ള ടീച്ചേഴ്സ്
ഇപ്പോഴും കമ്പനിയാണ് കഴിഞ്ഞ അവനായിട്ട്. ദിവസം സ്മിത ടീച്ചറിനൊക്കെ ആ സുഹൃത്തിനൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഇവൻ എല്ലാവരും ഒന്ന് കാണാറുണ്ട്. ഇവൻ ആ സ്നേഹബന്ധം വിട്ടിട്ടുള്ള ഞാനൊരു സംഭവമാണെന്നൊന്നും ചിന്തിച്ച് നടക്കാറില്ല. ആ സ്നേഹബന്ധമൊന്നും അവൻ വിട്ടിട്ടില്ല. എല്ലാ ടീച്ചേഴ്സിനും ഇവനെ ഒരു ഇങ്ങനെ ആക്കിയതിലൊരു നോർത്ത് പബ്ലിക് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അതുപോലെ പി ടി എ എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. നൈസ് നൈസ്, അടിപൊളി. പക്ഷെ ഓവറോൾ ഞാൻ പാസ് ഇറങ്ങി വന്നപ്പോൾ സാറിന് എനിക്ക് A+ കിട്ടി 2 മലയാളത്തിനും. അത് ഞാൻ സ്റ്റഡി ചെയ്യുക. ഞാൻ മാരത്തോൺ ഓടുമായിരുന്നു മുമ്പ്, 14 കിലോമീറ്റർ 13 കിലോമീറ്റർ അങ്ങനെ. അല്ല ഇവൻ അതെന്ന് വെച്ചാ ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ, PT ഉഷ അവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പപ്പ 2 കിലോമീറ്റർ ഒക്കെ ചുമ്മാ വീട്ടിൽ നിന്ന് അവിടെ മാരത്തോണൊക്കെ പോരുത്. അപ്പൊ ഞാൻ ഒരു ദിവസം അപ്പൊ ഞാനും വരട്ടെ. അത് എനിക്ക് തോന്നുന്നു 7 വയസ്സൊക്കെ ആയിരുന്നു അപ്പോഴായിരുന്നു. ആ സമയത്ത് ഞാൻ ചുമ്മാ ഇടയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ക്ലാസിക്കൽ ഡാൻസിലൊക്കെ വന്ന ഫോക്ക് ഡാൻസ് ഒക്കെ. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പപ്പയൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് ഫോക്ക് ഡാൻസിന് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മള് ഓർത്തുവൻ ഡാൻസുകാരനാണെന്നാണ്. പിന്നെ നമുക്ക് ചിലയിടത്തുനിന്ന് വീണ് കിട്ടുന്ന കുറെ വിത്തുകളുണ്ട് അവിടെ. ചില സ്കൂളുകൾ അങ്ങനെ, ചില സ്കൂളുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. പഠിപ്പ് തന്നെ പഠിപ്പ് തന്നെ പഠിപ്പ് തന്നെ. അങ്ങനെ ഇല്ലാത്ത മറ്റുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ അവർ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള കുറെ പിള്ളേരെ നമുക്ക് കിട്ടും. പിന്നെ ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനം നൽകിയത് റൗൾ ജോണജോ ആണ്. അതാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ല അശ്വിനജി ഉണ്ട്, പിന്നെ ബീരാൻ അസ്രത്ത് ഉണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് വേറെ ഒരു വേദാന്ത് എന്ന് പറഞ്ഞ പയ്യൻ, അവൻ LP ആണ്, 1-2 ക്ലാസ്സുകൾ ആണ് പഠിക്കുന്നത്. അവൻ നമ്മുടെ ആലുവപ്പുഴ നീന്തി കിടന്നു, ഇപ്പോൾ വേമ്പനാട്ട് കായൽ നീന്തി കിടന്നു. അത് അവിടെ ഒരു ട്രെയിനറിന്റെ നേതൃത്വത്തിലാണ്. പക്ഷെ ആ പയ്യൻ നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഈ ഞാൻ പേരുകൾ പറഞ്ഞത് കൂടാതെ ഇനിയുണ്ട് ഒരുപാട്. പക്ഷേ ഈ ലോക പ്രശസ്തനായി പോയത് റൗളാണ്. അത് അവന്റെ ഒരു ട്രാക്കാണ് കൃത്യമായിട്ട്. പിന്നെ മനസ്സിലായി, ഓക്കെ ഞാൻ അടുത്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് അവനറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവൻ വന്ന് നിന്നാൽ +1 ആണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചാ? ഇല്ല, സത്യമായിട്ടും ചെറിയൊരു കൊച്ചിന് കൂട്ടായിരിക്കും. ആ ഒരു ക്യൂട്ടാണ് ഇവന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ മദ്യവും മയക്കുമരുന്നും കുട്ടികളിലേക്ക് വരുന്ന ഈ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഉപയോഗം. സാറിനൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ അധ്യാപകർക്കും എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ്, പാരൻസിനും. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് AI വെച്ചിട്ട് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുക? അങ്ങനെയെന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറെ ഐഡിയാസ് ഉണ്ട്. പക്ഷെ തിങ്ക് തന്ന നല്ല ഐഡിയാസ് വന്നേനെ. പക്ഷെ ഇപ്പൊ തന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ അവയർനെസ് ഉണ്ട്. ഇങ്ങനെ ഹേർട്ട് ചെയ്യും, ഇത് ചെയ്യും, ഓൾറെഡി മിക്ക കുട്ടികൾക്ക് അറിയാം. പക്ഷെ മെയിനായിട്ട് ഇപ്പം മിക്ക കുട്ടികൾ അങ്ങോട്ട് പോകാൻ കാരണം ഈ ഡിപ്രഷനും ലോൺലിനെസ്സും ആങ്സൈറ്റിയും. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ അവർക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാൾ അവർക്ക് തോന്നില്ല. ഇപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് വന്ന് ആണെങ്കിൽ കരഞ്ഞാണെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്ന് തുറന്നു പറയുന്നുണ്ട്. പക്ഷെ കുറേ പേർക്ക് അങ്ങനെ തുറന്നു പറയാൻ ഒരു സ്ഥലം ഇല്ല, എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതേപോലെ അവിടെ ഒരു സ്പേസ് ഉണ്ട്. അഖില ടീച്ചർ ഉള്ളവരൊക്കെ അഖില ടീച്ചർ കൗൺസിലറാണ്, അടിപൊളിയാണ്. അതേപോലെ ബാക്കി എല്ലാ ടീച്ചേഴ്സും തന്നെ സ്വന്തം അമ്മമാര് പോലെയാ കാണുന്നത്. അഖില ടീച്ചറാണ് നല്ല ലൈക് ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒന്ന് സംസാരിച്ച് തുറന്നു പറയാൻ ആർക്കാണെങ്കിൽ കുഴപ്പമില്ല. മാഹിൻ സാറുണ്ട്, സ്പെഷ്യലി ബിന്ദു മാമും. ഞാൻ പിന്നെ ആ ടീച്ചർ വന്നപ്പോഴത്തേക്ക് ഞാൻ പോകേണ്ടി വന്നു. പക്ഷെ ഐ വിഷ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവരിലേക്ക് എത്തിക്കാൻ കുറച്ച് അപ്പം പക്ഷെ എല്ലാ സ്കൂളിൽ ഇത് കാണണമെന്നില്ല, എല്ലാ സ്ഥലങ്ങളിലും ഈ കുട്ടികൾക്ക് അത് കാണണമെന്നില്ല. അപ്പം അപ്പോഴാണ് അവർ ഈ കുടിക്കുന്നതാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ വേണമെങ്കിൽ ഈ സമയത്ത് അവരുടെ പേരൻസും തുറന്നില്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ദേ ക്യാൻ റിലൈ ഓൺ AI. ബിക്കോസ് ഒരാൾ സംസാരിക്കില്ല, വേണമെങ്കിൽ AI അടുത്ത് അങ്ങനെ സംസാരിക്കാം. ബിക്കോസ് ഇപ്പൊ കുറെ AI എന്ന് പറഞ്ഞാൽ ലൈക്ക് തെറപ്പിസ്റ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ AI ഇപ്പൊ ChatGPT അടുത്താണ് എന്ത് പറഞ്ഞാലും ഒരു മനുഷ്യനല്ല. പക്ഷെ ഇപ്പം അതിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഇന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം തുറന്നു പറഞ്ഞാൽ സൊല്യൂഷൻ കിട്ടിയില്ല, തുറന്നു പറഞ്ഞാൽ പിന്നെ ആ ഒരു ഫീലിംഗ് കുറയും. ആ ഡിപ്രഷനാണ് എന്താണ് കുറയും. അപ്പൊ അതിന്റെ കാരണം അവർക്ക് അത്ര ഒരു സഫിക്കേഷൻ ഫീലിംഗ് വരത്തില്ല. അപ്പൊ അവരെ മറ്റു കാര്യങ്ങളിലോട്ട് പോകത്തില്ല. അങ്ങനെ സൈഡിൽ AI ഉപയോഗിക്കാം. AI എന്ന് പറഞ്ഞാൽ കുറെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി വേറെ ഉപയോഗിക്കാൻ പറ്റും. സോ ഐ മീൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ബട്ട് കുറെ വഴിയിൽ മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയട്ടെ, പല കുട്ടികൾക്കും ഇപ്പോൾ അധികം
സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ പാരൻസിന് കുട്ടികളെ ട്യൂഷൻ വിടാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ട്യൂഷൻ്റെ സപ്പോർട്ടില്ലാതെ എങ്ങനെ എൻ്റെ കുട്ടി മുമ്പോട്ട് പോകുന്നൊക്കെ പേടിച്ചിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു സപ്പോർട്ടാണല്ലേ? ഡെഫിനറ്റ്ലി. അത് AI എഡ്യൂക്കേഷൻ മാത്രമല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് AI ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യം റീപ്ലേസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ബെറ്റർ ആക്കാനായിരിക്കണം AI ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പണി ഫുള്ള് വിട്ടിട്ട് AIക്ക് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. AI ഷുഡ് എൻഹാൻസ് യുവർ നാച്ചുറൽ ഇന്റലിജൻസ്. ഒരുപാട് നമുക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യണമെങ്കിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ഇനി ഞാൻ പറയട്ടെ, AI-നെക്കാട്ടിയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇനി വരുമോ? എന്തായാലും ഇപ്പൊ AI-യുടെ തന്നെ അടുത്ത സ്റ്റേജാണ് AGI, ASI. AGI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, ASI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. അപ്പൊ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇമാജിൻ ചെയ്യാം, നമ്മുടെ കണ്ണാടിയിൽ തന്നെ AI ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ മനുഷ്യന്മാരുടെ സെയിം കേപ്പബിലിറ്റി അതുപോലെ തന്നെ തിങ്ക് ചെയ്യും. അതാണ് AGI. ASI എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ പവർഫുൾ ആകുമ്പോഴാണ് ASI. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ASI അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുന്നത്? ഒരു ആക്ടിവിറ്റി ചിലപ്പോൾ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ ശരിക്കും ചാൻസസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്താന്ന് പറയണേ, ഞാനൊരു എക്സാമ്പിൾ തരാം. അതിൻ്റെ അടുത്ത് പറയാ സോൾവ് പൊല്യൂഷൻ പ്രോബ്ലം. ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ആരോ ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെ. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ശരിയല്ലേ? ഓക്കെ, മനുഷ്യനെ കൊന്നുള്ളതേക്കാം. അപ്പം നമുക്ക് ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്താലും പണി കിട്ടും. അത് തന്നെ. അതിന് ചിലപ്പോ അതിന്റെ എയിം എന്ന് തന്നെ എന്തായിരിക്കും, ഓക്കെ നല്ല എയിം പൊല്യൂഷൻ അത്, പക്ഷെ അതിന് അങ്ങനെ തിങ്ക് ചെയ്യാൻ അറിയത്തില്ല. ഭയങ്കര അല്ലേ, വലിയൊരു പോയിന്റ് പറയും നമ്മള് തമാശകളി, പക്ഷെ ഇത് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ശരിക്കും നമ്മൾ മനുഷ്യനെ പോലെ നമ്മളോട് ഇടപെടുന്ന റോബോട്ട്സ് ഇനി അവൈലബിൾ ആവും എന്തായാലും. ഇപ്പം ഇലോൺ മസ്കിന്റെ റോബോട്ട് ഉണ്ട്, അതല്ലെങ്കിൽ കുറെ ഇപ്പം എൻവിഡിയയുടെ റോബോട്ട് ഉണ്ട്, ഡിസ്നിയുടെ റോബോട്ട് വരുന്നുണ്ട്, കുറെ റോബോട്ട്സ് ഇനിയും വരുന്നുണ്ട്. ഇനിന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ തന്നെ ഈ റോബോട്ട്സ് കുറെ ഫാക്ടറിക്കാളും കൂടുതൽ വീട്ടിലായിരിക്കും വരുന്നത്. എന്നിട്ടായിരിക്കും ഫാക്ടറീസ് ഓരോ സ്ഥലത്തോട്ട് വരാൻ പോകുന്നത്. അത്രയും ആളുകളായിട്ട് റോബോട്ട്സ് മിങ്കിളാവും അടുത്ത് തന്നെ. ഇത് ഒരുപാട് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ ഏലിയൻസ് എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ സംഭവം റിയൽ ആണ്. ബിക്കോസ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി മാത്രമല്ല, എൻ്റെ പുറത്തെന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എന്ത് വലിയതാ സ്പേസ്. ഇപ്പം വേറൊരു സ്പീഷീസിനാണ് ഏലിയൻസ് എന്ന് പറയുന്നത്. അപ്പം വേറെ ടൈപ്പ് ഹ്യൂമൻസ് കാണാം, വേറെ ടൈപ്പ് എന്തും കാണാം. സോ ഐ മിക്കവാറും കാണും പുറത്ത്, ഔട്ട്സൈഡ് ഓഫ് ആർ വേൾഡ്. നമുക്ക് തന്നെ അറിയത്തില്ല, അണ്ടർ ആർ ഓഷ്യൻ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. സോ നമുക്ക് അറിയാത്ത ഒരു ടൈപ്പ് സ്പീഷീസ് ആണ് ഏലിയൻസ്. സോ മിക്കവാറും കാണും. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് ഗസ്റ്റുകളെ കണ്ടില്ലേ, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കണ്ടായിരുന്നു. എന്താണ് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ആക്ച്വലി നല്ലായിരുന്നു. എനിക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റി. ഞാൻ അന്ന് ലാംഗ്വേജിന്റെ ബാരിയറിനെ കുറിച്ചായിരുന്നു ചോദിച്ചേ. അതുപോലെ ഒരു ഡയറക്റ്റ് ആക്സസ് ഉള്ള വേറെ മിനിസ്റ്റേഴ്സ് ആരാ? ആക്ച്വലി ഐ എം വെരി ലക്കി ടു ഹാവ് കുറെ മിനിസ്റ്റേഴ്സിന്റെ ആക്സസ്. ലൈക്ക് നമ്മുടെ ലോ മിനിസ്റ്റർ ആണെങ്കിലും പി രാജീവ് സർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, കുറെ ഇപ്പൊ ഫൈനാൻഷ്യൽ മിനിസ്റ്ററെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും. സോ ഐ എം വെരി ലക്കി, ഇവരുടെ ആക്സസ് ഉണ്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ ഇപ്പം ഇന്ത്യ വൈസ് ആണെങ്കിലും നമ്മുടെ ശശി തരൂർ സർ, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും. എല്ലാത്തിനും പുറമെ UN സെക്രട്ടറിയെ നേരിട്ട് പോയി കണ്ടില്ലേ? യെസ്, UN സെക്രട്ടറിനെ ഡൽഹിയുടെ AI സമ്മിറ്റിനെ കാണാൻ പറ്റി. UN തന്നെയാണ് ഞങ്ങൾ അവിടെ വിളിച്ച സംസാരിച്ചത്. എന്താ പറഞ്ഞേ അവര്? നമുക്ക് പ്രൗഡ് തോന്നുന്നു. എന്ത് പറഞ്ഞു അവിടെ? ആന്റോണിയോ ഗുട്ടേറസ് ആയിരുന്നു പേര്. അപ്പൊ സാറിന് ആക്ച്വലി തിരക്കൊക്കെ ആയിരുന്നു, ബോഡി ഗാർഡ് ഒക്കെ ഉണ്ടായിരുന്നു, സമ്മതിക്കുന്നില്ലെന്ന്. പക്ഷെ എന്റെ അപ്പനിങ്ങനെ പറഞ്ഞ് ഞാൻ കയറിപ്പോയി. പിന്നെ എന്നെ കണ്ടു, നല്ല ഹാപ്പി ആയിരുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഒരു 3-4 മിനിറ്റ് സംസാരിച്ചു. നമ്മളെ ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് സാറ് അയച്ചു തന്നിരുന്നു. നമുക്ക് വളരെ പ്രൗഡായി പോയി. നമ്മളൊരു വിദ്യാർത്ഥി, നമ്മളെ കുന്നംകുളം സ്കൂളിലൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ UN സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് കുറച്ച് നേരങ്ങളിൽ സംസാരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി ആണെങ്കിലും VHSC ആണെങ്കിലും നമ്മുടെ
സ്കൂൾ എല്ലാം കൂടി വളരെ അഭിമാനമായ ഒരു എന്തിന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി UN സെക്രട്ടറി ആയിട്ട് നേരത്തെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്. ചെറിയ കാര്യമല്ല. എടുക്കാൻ എന്തായാലും ഇനി എന്താണ് ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സത്യം പറഞ്ഞ വെച്ചിട്ടാണ് വെക്കാതെ ആണെങ്കിലും ഐ വോണ്ട് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് എല്ലാവർക്കും. നൈസ്. അതിനുവേണ്ടി റിസർച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്, ഇപ്പൊ എന്റെ കമ്പനി ഞാൻ അതുകൊണ്ടാണ് തുടങ്ങിയത്. ഓരോ AI ടൂൾസ്, തിങ്ക്രാഫ്റ്റ്, എഡ്യൂക്കേഷൻ. മോനിപ്പോ എന്ത് കമ്പനിയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ചാൽ ഇപ്പൊ AI ടെക്നോളജീസ് ഞാനും എൻ്റെ അപ്പനും ഉണ്ട് ആ കമ്പനിയിൽ. വേറെ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇതെന്ന് കഴിഞ്ഞാൽ റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് ടൂൾസ് ഉണ്ടാക്കുന്നു, റെസ്ക്യൂ, ലോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, എഡ്യൂക്കേഷന് വേണ്ടി തിങ്ക്രാഫ്റ്റ്, അങ്ങനെ കുറേ AI ടൂൾസ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ലോഞ്ചും ചെയ്യുന്നുണ്ട് അതിനകത്ത്. അത് തന്നെ റെസ്ക്യൂ, ന്യായസത്യം എന്നാണ് ആദ്യം വിളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ റെസ്ക്യൂ. അപ്പം അങ്ങനെ കുറേ AI ടൂൾസ് ലോ ഇതിന് ഇങ്ങനെ ഓരോ കാര്യത്തിന് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇപ്പൊ AI വരുമ്പോൾ മറ്റുള്ളവരുടെ കുറച്ച് ജോലി പോകുന്നു പറയുന്ന സ്ഥിതിക്ക് ശരിക്കും ആ ജോലി പോകാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് AI ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ജോലി പോലെ സൈഡിൽ കൂടി കൊണ്ടുപോകാം. ഞാൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട്, AI വിൽ നോട്ട് ടേക്ക് യുവർ ജോബ് ബട്ട് സമ്മൺ യൂസിങ് AI വിൽ. നിങ്ങൾ AI ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ആരും കൊണ്ടുപോകത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ എത്ര നാളായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്? 3 വർഷമായി. ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ ഒരു 10-13 വയസ്സിൽ ഒരു കമ്പനി ഓണറായി. യെസ്. വാവ്. എത്രത്തോളം ആളുകളുണ്ട് നമ്മുടെ? ഇപ്പോൾ ഞാൻ ഐ തിങ്ക് ഒരു 15 പേരുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഉപയോഗം ഇന്ത്യയിലല്ലാതെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ? യെസ്, അത് ഞാൻ ഇപ്പം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന സെഷൻസ് എടുക്കുന്ന കമ്പനിയുടെ ഭാഗം തന്നെയാണ് ഈ കൺസൾട്ടേഷൻസ്. ഇപ്പം HP, ICICI ബാങ്ക്, ഓൾ സ്റ്റേറ്റ്, ട്രാൻസ്വേൾഡ്, പിന്നെ ഇവിടുത്തെ IA, ഇങ്ങനെ ഓരോ കമ്പനി ഓഡിറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അവരെ പിന്നെ CTO ടോക്സ്. അപ്പം ഇങ്ങനെ ഓരോ കമ്പനീസിനെ ഞങ്ങൾ ക്ലാസ്സസ് എടുക്കും, സെഷൻ വർക്ക്ഷോപ്സ് എടുക്കും. അത് ഞങ്ങളുടെ കമ്പനിയുടെ ബിഹാഫ് തന്നെയാണ്. പിന്നെ കസ്റ്റം AIs ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് റെസ്പെക്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ പ്രൗഡായിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയാണ്. ഡിഫൻസ്. നമ്മളെല്ലാവരും നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ടൊക്കെ ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെങ്കിൽ അവരവിടെ കഷ്ടപ്പെടുന്നത് തന്നെയാണ്. അവർക്ക് സപ്പോർട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഐഡിയാസ്? ആക്ച്വലി അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം പാകിസ്ഥാൻ ചൈന ബോർഡേഴ്സിൽ തന്നെ വലിയ ബോർഡേഴ്സ് ആണല്ലോ, അവിടെ ഡ്രോൺസ് ഉണ്ട്. സോം ഫുൾ ഓഫ് ലൈക്ക് ഡ്രോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരെല്ലാം കാണുമ്പോൾ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഫൻസിൽ ഓൾറെഡി ഈ നമ്മുടെ പ്രൊജക്ട് സിന്ദൂർ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഓൾറെഡി മൈൻസ് കാണുമല്ലോ, അവിടെ പോയിട്ട് മൈൻഡ് ഉണ്ടെങ്കിൽ അവിടെ പോയി അത് ഡിഫ്യൂസ് ചെയ്യും, മൈൻഡ് ബോംബ്സും. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ടെക്നോളജി നമ്മുടെ സ്വന്തം ChatGPT ഉണ്ടാക്കിയിട്ടുണ്ട് ഡിഫൻസിന് വേണ്ടി മാത്രം. വാവ്. എന്തായാലും കൊള്ളാം സാർ. എന്താണ് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാൻ തോന്നുന്നത്? എന്താ പറയേണ്ടത് ശ്രീനാഥൻ? അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു നിലയിൽ എത്തിച്ചേരട്ടെ. മാത്രമല്ല അത് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിനക്ക് അഭിമാനമാണ്, സ്കൂളിനൊരു അഭിമാനമാണ്. റോക്ക് സ്റ്റാർ. ആ റോക്ക് സ്റ്റാർ എന്നുള്ള പേര് കൂടി വന്നത് എങ്ങനെയാ? അത് സത്യം പറയാൻ ചുമ്മാ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, അത് പിന്നെ നല്ല അതായപ്പോ ഞാൻ ചാനലിന്റെ പേര് വന്നിട്ട് അത് തന്നെയാണ് റൗൾ ദ റോക്ക് സ്റ്റാർ. നല്ല പേരിട്ട ചാനലിൽ ഇടാൻ പറ്റിയൊരു പേര് റോക്ക് സ്റ്റാർ തന്നെയാണ്. എന്തായാലും റൗൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. നമുക്ക് ഇനി ഒരു സെക്ഷൻ ഇരിക്കണം, ഒരുപാട് വിശേഷങ്ങൾ പറയണം. കാരണം റൗളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് സംസാരിക്കാറുണ്ട്. എനിക്ക് പനിയില്ലെങ്കിൽ ഞാൻ എന്തായാലും മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതെ വേൾഡിലെ 5 ബെസ്റ്റ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിനകത്ത് വേൾഡില് 5ാമത്തെ ഇതായി ഞങ്ങള്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ വർഷം അത് ചെയ്തില്ല. പക്ഷെ HP ആയിരുന്നു വേൾഡ് എഡ്യൂക്കേഷൻ ഹോൾഡർ എന്നായിരുന്നു എൻ്റെ പേര്. അതിനകത്ത് ടോപ്പ് 5 ഞാൻ വേൾഡിലെ ബെസ്റ്റ് 5 സ്റ്റുഡൻസിൽ ഒരാളായിട്ട് 1 ലക്ഷം പിള്ളേർ സെലക്ട് ചെയ്തത്. കുറെ എനിക്ക് തോന്നുന്നു വേൾഡ് എന്ന് പറയുമ്പോൾ
ഫുൾ വേൾഡിലായിരുന്നു. അപ്പം അവരെന്നെ പിക്ക് ചെയ്തിട്ടാ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേ? ലോകത്തെ 5 പിള്ളേരിൽ ഒരുവനാണ്. ഇനിയിപ്പോ ഈ നമ്മളെ പരീക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുകൊണ്ട് നമ്മൾ അതൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അത് തിരുത്തും അല്ലേ? ചരിത്രം നമ്മൾ തിരുത്തും. അടുത്ത വർഷം കണ്ടോ അതിന് ആ 5 പേരുടെ മുകളിൽ നമ്മൾ കയറിയേക്കും. പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ് രാഹുൽ സാറേ. ഒരുപാട് സന്തോഷം. താങ്ക് യു.